സ്കൂൾ കലോത്സവം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും വിട്ടുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ കലോത്സവ വേദി നമുക്ക് സമ്മാനിച്ച വശിഷ്ഠുണ്ട് കൂടെ. വശിഷ്ഠ് ഇവിടെ എത്തുന്നത് അറിഞ്ഞ് വശിഷ്ഠിനെ തിരക്കി എത്തിയതാണ് ഞങ്ങൾ. ഇപ്പം കലോത്സവ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തി, വീണ്ടും സിനിമയിൽ നിന്ന് കലോത്സവ വേദിയിലേക്ക് എത്തി. മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും താരമായത് സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ? സിനിമയ്ക്ക് ശേഷമാണ് കുറച്ചും കൂടെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് കലോത്സവ വേദിയിലൊക്കെ. കലോത്സവം ഞാൻ പോയിട്ടുണ്ട്, ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേറ്റ് അങ്ങനെയൊക്കെ വന്നത് 2 കൊല്ലം ആയിട്ടുള്ളൂ. ചാക്യാർകൂത്ത് ജില്ലയിൽ 8ാം ക്ലാസ്സിലാണ് പഠിച്ചത്. ഷൂട്ട് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്ക് കലോത്സവത്തിൽ നിന്ന് പോയതല്ല, പക്ഷേ ഷൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെയാ. എന്തായാലും ഇവിടെ എല്ലാവർക്കും നല്ല മനസ്സിലാവുന്നുണ്ട്, എല്ലാവരും സിനിമ കണ്ടതാണ്. മിന്നൽ മുരളിയുടെ ഒരു പവർ ഇപ്പോഴും ഉണ്ട്. അതെ, മിന്നൽ മുരളിയുടെ പവർ ഇപ്പോഴും ഉണ്ട്. അതെ. അമ്മയുണ്ട് കൂടെ, അധികം നിങ്ങളെ കാണാറില്ല എന്നുള്ളതാണ്. ഈ മകന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്ത് തോന്നുന്നു? ഞങ്ങൾ ഉണ്ടാവാറുണ്ട്, സ്ക്രീനിൽ ഇങ്ങനെ അടുത്തിരിക്കുന്നില്ലല്ലോ. എല്ലാ പരിപാടിക്കും ഒന്നിച്ച് പരമാവധി പോകാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളും അവൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യണത്. അപ്പോൾ ലീവ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ പലപ്പോഴും 2 ആളുണ്ടാവും, അല്ലെങ്കിൽ ഒരാളെങ്കിലും എന്തായാലും കൂടെ ഉണ്ടാവാറുണ്ട്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? പ്രൈസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. മാതാപിതാക്കൾ എന്ന നിലയിൽ ഒരു ഉള്ളിലൊരു വിശ്വാസം അല്ല, ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് കോമ്പറ്റീഷനുള്ള സ്ട്രക്ചർ മാറിയല്ലോ. ഇപ്പോൾ എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. 1ാം സ്ഥാനത്തിനും 2ാം സ്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇല്ലാതെയാക്കിയത് നല്ലതാണ്. അപ്പോൾ നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. താങ്ക് യു. നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി, തെറ്റൊന്നും ഇല്ലാണ്ട്. സന്തോഷം. താങ്ക് യു. അതിന്റെ ഇടയിൽ സാംസ്കാരിക പ്രസക്തി എന്ന പോലെ മന്ത്രിക്കും തന്ത്രിക്കും ഒന്ന് കൊടുത്തു എന്നുള്ളതല്ലേ? അങ്ങനെ കുറച്ച് ആ സ്വർണത്തിന്റെ കാര്യമൊക്കെ വേണച്ചിട്ട് ചെയ്ത പോലെ തന്നെ ഇതിനു വേണ്ടി ഇംപ്രവൈസ് ചെയ്തതാ. ഞാൻ എന്നിട്ട് ചോദിച്ചിട്ട് അങ്ങനെ മനസ്സിൽ തോന്നിയപ്പോ ചോദിച്ചിട്ട് ചെയ്തത്. റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, റിസൾട്ട് ഇനിയിപ്പോ എ ഗ്രേഡോ ബി ഗ്രേഡോ അങ്ങനെയല്ലേ ഉള്ളൂ. സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഉള്ളതുപോലെ എനിക്ക് സന്തോഷമായി ചെയ്യാൻ പറ്റി. എല്ലാവരും നന്നായി എന്ന് പറഞ്ഞു, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താങ്ക് യു. വേദി 7 മന്ദാരത്തിൽ ചാക്യാർകൂത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടത് സിനിമാ താരം വശിഷ്ഠിൻ്റെ ഒരു സെക്ഷനായിരുന്നു, ചാക്യാർകൂത്ത് പെർഫോമൻസ് ആയിരുന്നു. ചെറുതായിട്ട് മന്ത്രിക്കും തന്ത്രിക്കും ഒക്കെ കൊട്ടിയിട്ടുണ്ട് ആളോട് സംസാരിച്ച സമയത്ത് മനഃപൂർവ്വം തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കലകളെ സ്നേഹിക്കുന്ന കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പൂരം തൃശ്ശൂരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാനൊപ്പം സിമി ഗീതേഷ്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.